സംസ്ഥാനത്തെ പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി സർക്കാർ രൂപീകരിച്ച ഹൈ പവർ കമ്മിറ്റിയുടെ പ്രഥമ ശുപാർശകൾ ആരോഗ്യമന്ത്രിക്ക് സമർപ്പിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിലയിരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ രൂപീകരിച്ച ഹൈപവർ കമ്മിറ്റിയുടെ പ്രഥമ ശുപാർശകൾ ആരോഗ്യമന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. ഒരാഴ്ചക്കാലമായി വിവിധ മേഖലകളിലെ വിദഗ്ധർ, ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവരുമായി നടത്തിയ യോഗങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും ലഭിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ക്രോഡീകരിച്ചാണ് ശുപാർശകൾ തയ്യാറാക്കിയത്. ലഭ്യമായ വിവരങ്ങളും ഡാറ്റകളും വിശദമായി വിശകലനം ചെയ്ത ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് കമ്മിറ്റി വ്യക്തമാക്കി. റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. എക്സ്പെർട്ട് കമ്മിറ്റി ഒരു പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇക്കാര്യങ്ങളിൽ കൂടുതൽ റിസർച്ച് നടത്തി ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് പിന്നീട് നൽകും. പക്ഷെ ഇപ്പോഴ് ഈ പകർച്ചവ്യാധികളൊക്കെ വളർന്നൊരു സാഹചര്യത്തിൽ അതിന് പെട്ടെന്ന് റിലീഫിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. ഇനി ജില്ലകളിൽ ചെന്ന് അവിടുത്തെ ഓരോ പ്രദേശങ്ങളിൽ ഈ ഹോട്ട്സ്പോട്ടുകൾ അവിടെയൊക്കെ ചെന്ന് പരിശോധന നടത്തി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കും. ഏതായാലും ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ കമ്മിറ്റി അതിൻ്റേതായിട്ടുള്ള റിപ്പോർട്ട് നൽകിയതിൽ ഗവൺമെൻറ്റിന് അവരോട് നന്ദിയുണ്ട്. അതേസമയം വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ കൂടുതൽ മേഖലകളിലും പ്രദേശങ്ങളിലും വിശദമായ പഠനം നടത്തി സമഗ്ര റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് സമർപ്പിക്കുമെന്ന് ഹൈപവർ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ SS ലാൽ അറിയിച്ചു. പകർച്ചവ്യാധി നിയന്ത്രണത്തിനും പൊതുജനാരോഗ്യ സംരക്ഷണത്തിനുമായി ശാസ്ത്രീയവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമായ നടപടികൾക്ക് ഈ റിപ്പോർട്ട് വഴികാട്ടിയാകുമെന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യവകുപ്പ്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം.